ലോൺ ആപ്പ് ഭീഷണിയിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം ആലിനാട് സ്വദേശിയായ യുവാവാണ് ലോൺ ആപ്പുകളുടെ ഭീഷണിയിൽ സഹികെട്ട് ജീവനൊടുക്കിയത്. പണം നൽകാത്തതിനെ തുടർന്ന് ആനന്ദിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചതോടെ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആനന്ദ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഫോണിൽ ഓൺലൈൻ ലോണിൻ്റെ ആപ്പ് ഉണ്ടായിരുന്നു. അത് വഴിച്ച് അവർ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ 30,000 രൂപ ഇട്ടില്ലെങ്കിൽ അവൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാ ഫോണിലോട്ടും മോർഫ് ചെയ്ത ചിത്രങ്ങൾ. ഇത് പേടിച്ചാണ് അവർ ചെയ്തത്. ഈ ലോണിന്റെ കാര്യം നിങ്ങൾ എങ്ങനെ അറിയുന്നു? ഞങ്ങൾ മൊബൈൽ നോക്കി. അതുപോലെ ഈ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് ഇത്ര മണിക്കകത്ത് പൈസ അയച്ചില്ലെങ്കിൽ എല്ലാ മൊബൈലിലും അവൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാ മൊബൈലുകളിലും അയക്കുമെന്ന് പറയും. ആരെ എവിടെ നിന്നാണ് വിളിക്കുന്നത്, എങ്ങനെ എന്തെങ്കിലും? അത് അതിനുള്ളത് അറിയാൻ പറ്റില്ല. കാര്യം ആ ട്രൂ കോളർ വിയറ്റ്നാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ഒന്നും അറിയില്ല. അതിനുശേഷം ഇപ്പോൾ പോലീസിലും സൈബർ സെല്ലിലൊക്കെ പറഞ്ഞു. ഞങ്ങൾ പരാതി കൊടുത്തു, ഫോണൊക്കെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. കുടുംബം പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി. ആനന്ദിന്റെ മരണത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വിവരങ്ങളുമായി അരുൺ സോളമൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, 10-30,000 രൂപയ്ക്കാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവനും ജീവിതവും ഇല്ലാതെ പോയതെന്നത് സങ്കടകരമാണ്. വലിയ ഭീഷണി നമുക്ക് ആ ചാറ്റ് ലിസ്റ്റിൽ കാണാൻ കഴിയുന്നതാണ്. അത് കുടുംബത്തിലുള്ള എല്ലാവരുടെയും വ്യാജ ചിത്രങ്ങൾ നിർമ്മിക്കും, പ്രചരിപ്പിക്കും, നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മാധു, ഇതിൽ ആനന്ദ് മരണപ്പെട്ടതിന് ശേഷവും ആ കുടുംബം ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആനന്ദിന്റെ സഹോദരിയുടെ അടക്കം ആ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്നാണ് നിലവിൽ കുടുംബം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് ആനന്ദ് ഈ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആസിഡ് കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇന്നലെയാണ് വെന്റിലേറ്ററിൽ കഴിയവേ അദ്ദേഹം മരണപ്പെട്ടത്. ഇതിൽ ചില സംശയങ്ങൾ തോന്നിയതിനെ തുടർന്നാണ് ഈ കുടുംബത്തിലെ ചില അംഗങ്ങൾ ഈ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ലോൺ എടുത്തതിന് പിന്നാലെ ഈ ലോൺ ആപ്പിലെ ചില ആൾക്കാർ ഈ ആനന്ദിനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആനന്ദിന്റെ ചിത്രങ്ങളും കുടുംബത്തിലെ ചിലരുടെയും ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിരുന്നു. അതിന്റെ മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് ആനന്ദ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇപ്പോഴും ഈ ഭീഷണി ഇവരുടെ ഭാഗത്തുനിന്ന് തുടരുന്നു. നിലവിൽ സൈബർ പോലീസിലടക്കം പരാതി നൽകി കുടുംബം കഴിയുകയാണ്. പക്ഷേ ഇതിനൊരു അറുതി വരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് അമ്പൂരിൽ നിന്ന് വരുന്ന വാർത്തയും സമാനമായ രീതിയിലാണ്. കാരണം അമ്പൂരി സ്വദേശിയായിട്ടുള്ള സാദിഖ് മകളുടെ ചികിത്സ ആവശ്യമായി എടുത്ത പണത്തിന് പിന്നാലെ അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് മകളുടെയും പിതാവിന്റെയും ഫോട്ടോ മോർഫ് ചെയ്ത് സമാനമായ രീതിയിൽ പ്രചരിപ്പിച്ചു. പക്ഷേ ജീവൻ ഭയന്ന് അവർ ആത്മഹത്യ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഈ ആനന്ദിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് സമാനമായ വാർത്ത പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഈ ലോൺ ആപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കിരാതന്മാരെ പിടിച്ചുകെട്ടാനായിട്ട് പോലീസും സൈബർ പോലീസും രംഗത്തെത്തിയേ മതിയാവൂ. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല മാധു. കാരണം ഇത് അടുത്തടുത്തായിട്ട് സംസ്ഥാനത്ത് പല ഭാഗങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്ത കേസാണ്. എന്തായാലും വളരെ ചെറിയൊരു തുകയ്ക്കാണ് അത് തിരിച്ചടക്കാൻ കഴിയാത്തതിന് പിന്നാലെ